ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ ക്രൈസ്തവ വിഭാഗത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ബി.ജെ.പി. കേരള ഘടകത്തിന്റെ ശ്രമം പാഴായി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ശക്തമായ എതിർപ്പും രൂപം കൊണ്ടിട്ടുണ്ട്. കയ്യിലിരുന്നത് പോയി, ആകാശത്തിരുന്നത് കിട്ടിയതുമില്ല. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പാർട്ടിക്കുണ്ടാക്കിയ പ്രതിസന്ധിയെപ്പറ്റി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു നേതാവിന്റെ പ്രതികരണമാണിത്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ വർഷങ്ങളായി നടത്തിവരുന്ന ശ്രമങ്ങൾ തകർന്നു തരിപ്പണമായതിന് നിരാശ ഈ വാക്കുകളിലുണ്ട്. 2023 ഏപ്രിൽ 25 കേരളത്തിലെ 8 ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കൊച്ചിയിൽ വെച്ച് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിച്ചാണ് ബി.ജെ.പി. ക്രൈസ്തവരിലേക്ക് പാലമിടാൻ ഗൗരവമായ ഇടപെടൽ തുടങ്ങിയത്. മർത്തോമ സഭയുടെ അധ്യക്ഷനൊഴികെയുള്ള എല്ലാ പ്രധാന സഭകളിലെയും മേധാവികൾ പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയിരുന്നു. 2024 തൃശൂർ വിജയത്തോടെ സഭാ വോട്ടർമാർ പാർട്ടിയുമായി അടുക്കുന്നുവെന്ന് സന്തോഷിക്കുകയും ചെയ്തു. ജോർജ് കുര്യനെ മന്ത്രിയാക്കി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയും കാട്ടി. ഇങ്ങനെ കെട്ടിപ്പൊക്കിയ മോഹക്കൊട്ടാരമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ തകർന്നു വീണത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പാർട്ടിയെ പിന്തുണച്ചിരുന്നവർ പോലും കൈവിട്ടുവെന്ന ഞെട്ടലാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ക്രൈസ്തവ വിഭാഗം പൂർണ്ണമായി കൈവിടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്നും ബി.ജെ.പി. നേതാക്കൾ ഭയപ്പെടുന്നുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്ത രീതിക്കെതിരെയും പാർട്ടിയിൽ അതൃപ്തി പുകയുന്നുണ്ട്. കേസും അറസ്റ്റും ഉണ്ടായതിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിക്ക് പങ്കില്ലെന്ന് പ്രസ്താവന നടത്തിയാണ് പിഴവ് ആരോപിക്കുന്നത്. ഇതോടെയാണ് കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങിയതെന്നാണ് ആക്ഷേപം. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഇടപെടുവിച്ചതിലും ഒരു വിഭാഗം നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ പഴിക്കുന്നുണ്ട്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.